അവൻ ഉറക്കത്തിലാണ്. നീണ്ട 100 ദിവസങ്ങളായി ആ കുട്ടി ഉണർന്നില്ല. അതിൻ്റെ കാര്യം തേടിപ്പോയ പാരാസൈക്കോളജിസ്റ്റ് കണ്ടെത്തിയത് വിശ്വസിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളായിരുന്നു. അവർ വിചാരിച്ചതുപോലെ ആ വീടോ അല്ലെങ്കിൽ ഒരു ചെകുത്താനോ ആയിരുന്നില്ല പ്രധാനപ്പെട്ട പ്രശ്നം. ആ കുട്ടി തന്നെയായിരുന്നു. ആ കുട്ടി ഒരു പ്രത്യേകതരം യാത്രക്കാരനായിരുന്നു. അതിൻ്റെ പേരാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ. ഇൻസീഡിയസ് എന്ന മൂവി സീരീസിന്റെ കഥ പറയുന്ന 3ാമത്തെ പാർട്ടാണ് ഈ വീഡിയോ. ആദ്യ ഭാഗങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പാർട്ടായിട്ട്. അല്ലെങ്കിൽ വീഡിയോയുടെ തൊട്ടുമുകളിൽ ഇപ്പോൾ ഒരു ഐ ബട്ടൺ വന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്താലും പാർട്ടായിട്ട് കാണാം, അല്ലെങ്കിൽ കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് നേരെ ആ കഥയിലേക്ക് അങ്ങ് പോകാം. ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? അതായത് ഇവരുടെ ഈ ഒരു ഫാമിലിക്ക് സംഭവിക്കുന്നത് എല്ലാത്തിനും കാരണം മറ്റേതോ ഒരു ശക്തി ചെകുത്താനാണെന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. പക്ഷേ അതിനെല്ലാത്തിനും കാരണം അവരുടെ മകനായിട്ടുള്ള ഡാൾട്ടൺ തന്നെയാണ്. അവനൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു, ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യാനുള്ളത്. അതായത് ശരീരത്തിൽ നിന്നും ആത്മാവിനെ സ്വയം അവൻ്റെ ഇഷ്ടത്തിന് തന്നെ വേർപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ ആത്മാവിന് മാത്രമായി ഈ ലോകത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ആദ്യ ഭാഗത്തിൽ നിർത്തിയത്. എന്നാൽ നമുക്ക് ആ കഥ അങ്ങ് തുടങ്ങാം. എലീസ ഇപ്പോൾ എമിയടുത്തും അതുപോലെ തന്നെ ജോഷിൻ്റെ അടുത്തും പറയുകയാണ്, നിങ്ങളുടെ മകൻ ഒരുപാട് നാളായിട്ട് ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യാറുണ്ട്. അവൻ്റെ ശരീരത്തിൽ നിന്നും ആത്മാവിനെ പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് തന്നെ സഞ്ചരിക്കാറുണ്ട്. പക്ഷേ ആ കാര്യം അവന് അറിയില്ലായിരുന്നു. അവൻ വിചാരിക്കുന്നത് അതൊക്കെ ഒരു സ്വപ്നമാണെന്നാണ്. അങ്ങനെ ഒരു കഴിവ് അവനുണ്ട്. ഇതൊരു ആസ്ട്രൽ പ്രൊജക്ഷൻ ആണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവന് പേടിയില്ലാതെ സഞ്ചരിക്കാൻ കഴിഞ്ഞു. അവൻ ഒരുപാട് ദൂരം മറ്റെവിടേക്കോ പല സ്ഥലങ്ങളിലായിട്ട് സഞ്ചരിച്ചു. അങ്ങനെ അവന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടു. ഇപ്പം കരഞ്ഞുകൊണ്ട് തന്നെ എന്നെ ചോദിക്കുകയാണ്, മറ്റൊരു സ്ഥലത്തോ, എവിടെയാണത്? ഇപ്പോൾ എലീസ പറയുകയാണ്, ഞങ്ങൾ ആ ലോകത്തെ വിളിക്കുന്നത് ഫഴുതർ എന്നാണ്. ആ ലോകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ അതുള്ളത് ഇവിടെയൊക്കെ തന്നെയാണ്, നിങ്ങളുടെ ചുറ്റുമാണ്. മറ്റൊരു ഡൈമെൻഷനാണ്. ആ ലോകത്തിൽ സമയമില്ല, ഇരുട്ട് മൂടിയ ഒരു സ്ഥലമാണത്. ഗതി കിട്ടാത്ത ആത്മാക്കളും ദുരാത്മാക്കളും ചെകുത്താന്മാരും ജീവിക്കുന്ന ഒരു ഹീനമായ സ്ഥലം തന്നെയാണ്, ഒരു ലോകം തന്നെയാണ് അത്. അവിടെയാണ് നിങ്ങളുടെ മകൻ്റെ ആത്മാവുള്ളത്. എന്താണെന്നറിയില്ല, അവൻ്റെ ആത്മാവിനെ മറ്റെന്തോ ഒന്ന് അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഈ കഥ പറയുന്നതിന് മുന്നേ തന്നെ ഇൻസീഡിയസിൻ്റെ ചാപ്റ്റർ 4 ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ ഐ ബട്ടൺ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. അത് കണ്ടവർക്ക് മനസ്സിലാകും അവൻ എവിടെയാണ് ട്രാപ്പായി കിടക്കുന്നത്, ഏത് ലോകത്താണ് അവൻ കിടക്കുന്നത്. ആ ലോകത്തെക്കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കും. ഐ ബട്ടൺ മുകളിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാവും കേട്ടോ. ഏറ്റവും ബെറ്റർ അത് ആദ്യം കണ്ടിട്ട് ഈ ഒരു ഭാഗത്തിലേക്ക് വരുന്നതാണ്. കഥയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ എലീസ എമ്മിയടുത്തും ജോഷിൻ്റെ അടുത്തും പറയുകയാണ്, പ്രശ്നം അതല്ല. അതായത് അവൻ്റെ ശരീരം ഇപ്പോൾ ആത്മാവില്ലാത്ത ഒരു ശരീരമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആത്മാക്കൾ അവൻ്റെ ശരീരത്തിലേക്ക് വന്ന് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ എമി ചോദിക്കുകയാണ്, അതാണോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു മനുഷ്യനും ആ കുട്ടിയും കുറച്ച് ആളുകളെയൊക്കെ? ഇപ്പോൾ എലീസ പറയുകയാണ്, തീർച്ചയായിട്ടും അത് തന്നെയാണ്. അവൻ്റെ ശരീരത്തിലേക്ക്, ആത്മാവില്ലാത്ത അവൻ്റെ ശരീരത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ദുരാത്മാക്കളാണ് അവർ. പക്ഷേ ഇതൊന്നുമല്ല പ്രശ്നം. അവൻ്റെ ശരീരത്തിലേക്ക് കടക്കാൻ നിൽക്കുന്ന ഒരു ചെകുത്താനുണ്ട്. ഈ ആത്മാക്കളെക്കാളും ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു ചെകുത്താൻ. അവൻ്റെ ശരീരത്തിലേക്ക് കയറണം. അവന് മനുഷ്യരിലേക്ക് തിന്മ പടർത്തണം. ആ ചെകുത്താന് മരിക്കാതെ കിടക്കുന്ന ഈ ബോഡി അവന് വേണം. ഇപ്പോൾ എമി ചോദിക്കുകയാണ്, പിന്നീട് എന്തുകൊണ്ടാണ് അവരുടെ ശരീരത്തിൽ കയറാത്തത്? ഇപ്പോൾ എലീസ പറയുകയാണ്, അതിന് സമയമെടുക്കും, അതുപോലെ തന്നെ എനർജിയും ആവശ്യമാണ്. പെട്ടെന്നൊന്നും ആ ഒരു പ്രോസസ്സ് അങ്ങനെ നടക്കില്ല. കാരണം ആ ആത്മാക്കൾ കയറാൻ ശ്രമിക്കുന്നത് മറ്റൊരു ബോഡിയിലേക്കാണ്. ഇതെല്ലാം കേട്ട് പേടിച്ചു പോയ തൻ്റെ മകനെ ഓർത്ത് കരഞ്ഞുകൊണ്ട് തന്നെ എമി എലീസ എടുത്ത് ചോദിക്കുകയാണ്, ഇതിന് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരമുണ്ടോ? എലീസ ഇപ്പോൾ കുറച്ച് നേരം ആലോചിച്ചിട്ട് പറയുകയാണ്, പരിഹാരമൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ അതിന് തയ്യാറാവണം. പല കാര്യങ്ങളും നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാവണം. എലീസ ഇത് പറയാൻ കാരണം ജോഷിൻ്റെ ആ ഒരു പെരുമാറ്റം കൊണ്ട് തന്നെയാണ്. ജോഷ് ഇപ്പോൾ പറയുകയാണ്, എനിക്കിതിലൊന്നും വിശ്വാസമില്ല, നിങ്ങൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്, എന്തൊക്കെയോ നിങ്ങൾ നുണ പറയുകയാണ്, നിങ്ങളുടെ കുറേ കോപ്രായങ്ങളും കോമാളിത്തരങ്ങളൊക്കെ ഞാൻ കുറേ നേരമായി നോക്കി നിൽക്കുന്നു, എന്നെക്കൊണ്ട് ഇതിനി സഹിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ എമി ജോഷിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? നമ്മളുടെ മകനെ തിരിച്ചു കൊണ്ടുവരണ്ടേ? ഇപ്പോൾ ജോഷ് പറയുകയാണ്, ഇവർ പറയുന്നത് പോലെ നമ്മുടെ മകൻ ആത്മാവുമായിട്ട് യാത്ര ചെയ്തതൊന്നുമല്ല, അതിനൊക്കെ മെഡിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടാകും, എന്തെങ്കിലുമൊക്കെ ഒരു അസുഖമായിരിക്കും ഇത്. ഇപ്പോൾ എമി കരഞ്ഞുകൊണ്ട് തന്നെ സോഫയിൽ ഇരുന്നിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും എന്നെ വിശ്വസിക്കാറില്ല, ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇതേ സമയം ജോഷ് ഇപ്പോൾ എലീസയും അതുപോലെ തന്നെ എലീസയുടെ കൂടെ വന്ന ജിമ്മിയും ജോൺസിനെയും അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. അവർക്ക് കുറച്ച് കാശൊക്കെ കൊടുത്തിട്ട് അവരിപ്പോൾ ജോഷി സോറി പറയുന്നുണ്ട്, നിങ്ങളുടെ സമയം മെനക്കെടുത്തിയാൽ ക്ഷമിക്കണം, എന്തായാലും നിങ്ങളിപ്പോൾ ഇവിടുന്ന് പോകുന്നു പറഞ്ഞിട്ട് അവർ പറഞ്ഞു വിടുകയാണ്. സത്യത്തിൽ ഈ ജോഷിന് നല്ല വിഷമമുണ്ട് തൻ്റെ മകൻ ഈ ഒരു കാര്യം സംഭവിച്ചതിലൊക്കെ. പക്ഷേ അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ജോഷ് അവൻ്റെ മകൻ്റെ അടുത്ത് പോയിരുന്നിങ്ങനെ വളരെ വിഷമത്തോടു കൂടി തന്നെ ഡാൾട്ടനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കണ്ണുകളിങ്ങനെ നിറയുന്നുണ്ട്. ഇപ്പോൾ ജോഷ് ഡാൾട്ടൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, മോനെ നീ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിനക്കൊന്ന് തിരിച്ചു വന്നൂടെ? നിൻ്റെ അച്ഛനെയും അമ്മയുടെ അടുത്ത് നിനക്ക് നിൽക്കണ്ടേ? നിനക്ക് എന്താണ് സംഭവിച്ചത്?
പറ്റിയത്? നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് എൻ്റെ അടുത്ത് പറയടാ മോനെ എന്ന് പറഞ്ഞിട്ട് ജോഷ് വളരെയധികം വിഷമത്തിൽ തന്നെ അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് ജോഷ് അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അതായത് ഡാൾട്ടൻ ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ചിത്രങ്ങളൊക്കെ അവിടെ വരച്ചു വെച്ചിരുന്നു. അത് എന്തൊക്കെ ചിത്രങ്ങളാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇരുട്ടിൽ നിൽക്കുന്ന ഒരു ചുവന്ന വാതിൽ, ഒരു ചുവന്ന തല, 2 കറുത്ത കണ്ണുകൾ, അതുപോലെ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള കുതിരയുടെ ചിത്രം, പിന്നെ അച്ഛൻ്റെയും അമ്മയുടെ അതുപോലെ തന്നെ അവൻ്റെ സഹോദരങ്ങളുടെ ഒക്കെ ആയിട്ടുള്ള ഒരു ചിത്രം, പിന്നെ അവൻ മരിച്ച മറ്റൊരു ചിത്രം ജോഷിനെ വളരെയധികം അത്ഭുതപ്പെടുത്തി. അതിലിപ്പോൾ ഡാൾട്ടൻ കിടന്നുറങ്ങുന്ന ഒരു ചിത്രവും അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ ഒരു കുറിപ്പുമുണ്ട്. ലാസ്റ്റ് നൈറ്റ് ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ഉറങ്ങുന്ന എൻ്റെ ശരീരത്തെ ഞാൻ കണ്ടിരുന്നു. അതായത് അവൻ്റെ ആ ഒരു ആസ്ട്രൽ പ്രൊജക്ഷൻ ബോഡി ഉണ്ടല്ലോ, ആ ഒരു ആത്മാവ് അവൻ്റെ ശരീരത്തെ കണ്ടിരുന്നു. ഇപ്പോൾ ജോഷിന് ആ കാര്യം മനസ്സിലായി. പിന്നീട് ഞാൻ അവിടെ നിന്ന് പോയി ഇതെല്ലാം വളരെയധികം വിഷമത്തോടു കൂടി തന്നെ ജോഷിനെ നോക്കി വായിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങോട്ടേക്ക് എമി വരുന്നുണ്ട്. പിന്നീട് ജോഷി എമിയുടെ അടുത്ത് പറയുകയാണ്, ശരി അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാം, അവർ വിളിക്ക്, നമ്മൾക്ക് അവർ പറയുന്നത് പോലെ ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ ജോഷി സമ്മതിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ എലീസയും ജിമ്മിയും ജോൺസും അങ്ങോട്ടേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പോൾ എലീസ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ്, പക്ഷേ എനിക്കൊരു ഉറപ്പും തരാൻ കഴിയില്ല ഇത് വിജയിക്കുമോ എന്ന്. എന്തായാലും നമുക്കത് ചെയ്ത് നോക്കാം. അങ്ങനെ ഇപ്പോൾ അവരെല്ലാവരും അവരുടെ ഒരുപാട് ഡിവൈസുകളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആത്മാക്കളുടെ പ്രസൻസ് അറിയാനുള്ള ഓരോ ലൈറ്റുകളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇരുട്ട് മുറിയിൽ ഒരു ടേബിളിന് ചുറ്റും ജോഷും എമിയും ജോൺസും അതുപോലെ തന്നെ എലീസ ഇരിക്കുന്നുണ്ട്. ജിമ്മി ഇപ്പോൾ അവിടെ നിന്നിട്ടും ആത്മാക്കളുടെ ആ ഒരു പ്രസൻസിനെ മനസ്സിലാക്കാനുള്ള ഓരോ ഡിവൈസുകൾ ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ജോൺസ് എലീസയുടെ മുഖത്തേക്ക് ഒരു മാസ്ക് വെച്ച് കൊടുക്കുകയാണ്, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മാസ്ക്. ആ മാസ്കിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കുഴൽ ഇങ്ങനെ വരുന്നുണ്ട്. ആ കുഴൽ കണക്ട് ചെയ്തിട്ടുള്ളത് ജോൺസിൻ്റെ ചെവിയിലേക്കാണ്. അതായത് എലീസ ഇപ്പോൾ ആ ഒരു ഡയമെൻഷനിലേക്ക്, ആ ഒരു ലോകത്തിലേക്ക് പോകാൻ പോവുകയാണ്. അവിടെ വെച്ച് എലീസ പറയുന്ന കാര്യങ്ങൾ ജോൺസിന് കേൾക്കാൻ കഴിയും. അങ്ങനെ ആ ഒരു ഇരുട്ടുമുറിയിൽ വെച്ച് അവർ ആ ഒരു ക്രിയകൾ അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാവരും നിശബ്ദമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ജോൺസ് പതിയെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളെ കേൾക്കാമോ? ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു മറുപടി തരുമോ? ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ആത്മാക്കളെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഡിവൈസ് ആക്റ്റീവ് ആവുകയാണ്, അതിൻ്റെ ലൈറ്റ് ആക്റ്റീവ് ആവുകയാണ്. ഇപ്പോൾ ഇവർ ചെയ്യുന്നത് എലീസയിലൂടെ ഡാൾട്ടനുമായിട്ട് സംസാരിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ജോൺസ് ആണ് സംസാരിക്കുക, എലീസയിലൂടെ ഡാൾട്ടൻ ആ ഒരു മറുപടി തരും. അങ്ങനെ ഇപ്പോൾ ആ ഒരു മാസ്കിൻ്റെ ഉള്ളിലൂടെ ഒരു സ്വകാര്യ രൂപത്തിൽ അങ്ങനെ ഒരു ശബ്ദത്തിൽ ഇപ്പോൾ എന്തൊക്കെയോ ശബ്ദങ്ങൾ ഇപ്പോൾ ജോൺസിന് കേൾക്കാൻ കഴിയുന്നുണ്ട്. ജോൺസ് ഇപ്പോൾ പറയുന്നുണ്ട്, ഡാൾട്ടൻ നിനക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്ന കാര്യത്തിന് നിനക്ക് മറുപടി തരാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ എന്തൊക്കെയോ മറുപടികൾ, എന്താ പറയുക, വ്യക്തമല്ലാത്ത മറുപടി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ജോൺസ് അങ്ങോട്ടേക്ക് സംസാരിക്കുകയാണ്, ഡാൾട്ടൻ ഇവിടെ ഇരിക്കുന്നത് നിൻ്റെ അച്ഛനും അമ്മയുമാണ്, അവരുടെ അടുത്തേക്ക് നിനക്ക് വരണ്ടേ? അവരെ കാണണ്ടേ നിനക്ക്? ഇപ്പോൾ ഡാൾട്ടൻ പറയുകയാണ്, എനിക്ക് ആഗ്രഹമുണ്ട്, വരണമെന്നുണ്ട്, പക്ഷേ അങ്ങോട്ടേക്ക് വരാൻ കഴിയില്ല, അങ്ങോട്ടേക്കൊരു വഴിയില്ല. ഇപ്പോൾ ഡാൾട്ടൻ പറയുകയാണ്, അമ്മേ, അച്ഛ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, ഹെൽപ്പ് ഹെൽപ്പ് എന്ന് ഒരുപാട് തവണ ആ ഒരു പതിയ സ്വരത്തിൽ ആ ഒരു വോയിസ് ഇങ്ങനെ ജോൺസ് മാത്രമാണ് കേൾക്കുന്നത് കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് ജോൺസ് കേൾക്കുന്ന ആ ഒരു ശബ്ദത്തിൻ്റെ താളം മാറുകയാണ്. അത് ഡാൾട്ടൻ അല്ല എന്ന് തോന്നുന്നു, മറ്റെന്തോ ആണ്. ശബ്ദത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, ബീച്ച് ബീച്ച്, തെറികൾ, പല കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ക്രൂരമായ ഓരോ വാക്കുകൾ. ഇപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി, ആ ഒരു ശബ്ദത്തിൻ്റെ അളവ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഈ ഒരു മാസ്ക് വെച്ച് നിൽക്കുന്ന എലീസയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു തീവ്രത കൊണ്ട് വിറച്ചുകൊണ്ട് എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. അവളിപ്പോൾ ഉറക്കനെ അലറുകയാണ്, കൂക്കുകയാണ്. ആ ഒരു ശബ്ദം ജോൺസിൻ്റെ ചെവിയിലേക്കാണ് വരുന്നത്. അവനിപ്പോൾ ഉറക്കനെ നിലവിളിച്ചുകൊണ്ട് തന്നെ അത് ഊരി വലിച്ചെറിയുകയാണ്. അവിടെ ആകെ ലൈറ്റുകളൊക്കെ ഒരുമിച്ച് കത്തിക്കേടാൻ തുടങ്ങി. അതായത് ഒരുപാട് ആത്മാക്കളുടെ ആ ഒരു പ്രസൻസ് അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല, എലീസയ്ക്ക് അടക്കം. ഇപ്പോൾ സ്വഭാവത്തിലേക്ക് വന്നിട്ടുള്ള എലീസ ആ ഒരു മാസ്ക് എല്ലാം വലിച്ചു ഊരി കളയുകയാണ്. ഇതേ സമയം ഡാൾട്ടൻ ഇപ്പോൾ തൊട്ടപ്പുറത്തായിട്ടുള്ള ഒരു ബെഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവൻ്റെ ശരീരത്തിലും എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട്. ചെറിയ രീതിയിലൊക്കെ അവൻ്റെ ശരീരം അനങ്ങുന്നുണ്ട്. ചിലപ്പോൾ ഡാൾട്ടൻ്റെ ആത്മാവ് ആ ഒരു ശരീരത്തിലേക്ക് കയറുന്നതാകും. ഇപ്പോൾ അവർ ഡാൾട്ടനെ കിടത്തി ആ ബെഡിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഇപ്പോൾ ഡാൾട്ടനെ കാണാനില്ല. ഇപ്പോൾ ജോഷിൻ്റെയും ജോൺസിൻ്റെ ഇടയിൽ ആരോ ഒരാൾ വന്നു നിൽക്കുന്നുണ്ട്. അവരിപ്പോൾ നോക്കുമ്പോൾ അവിടെ കാണുന്നത് ഡാൾട്ടനെയാണ്. എമി ഇപ്പോൾ ഉറക്കൻ അലറുകയാണ്. അവിടെ എത്തിയ ഡാൾട്ടൻ അവർ 4 പേരെയും അവിടുന്ന് അടിച്ച് തെറിപ്പിച്ച് കളയുകയാണ്. അവർ 4 പേരും 4 ഭാഗത്തേക്കായിട്ട് തെറിച്ചുപോയി. ലൈറ്റ് ഇങ്ങനെ കത്തി കെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. വല്ലാത്ത രീതിയിലുള്ള ശബ്ദങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ഡാൾട്ടന് ജോഷിനെയും അതുപോലെ തന്നെ ജോൺസിനെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. തിറച്ച് വീണ് കിടക്കുന്ന എലീസയ്ക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. ചുറ്റും നോക്കുമ്പോൾ ഒരുപാട് ആത്മാക്കളെ, ഏതൊക്കെയോ തരത്തിലുള്ള ആത്മാക്കളെ കാണുന്നുണ്ട്. ഒരു പെണ്ണാത്മാവിനെ, ഒരു ആണിൻ്റെ ആത്മാവിനെ, അങ്ങനെ ഓരോ ആത്മാക്കളെ. ഇപ്പോൾ എമിയുടെ അടുത്തേക്ക് ഒരു കോട്ടൊക്കെ ധരിച്ചിട്ടുള്ള മുഖം വികൃതമായിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ആത്മാവ് വരികയാണ്. അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ ഇങ്ങനെ നക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു ആത്മാവിനെ ജോഷ് അവിടുന്ന് തള്ളി മാറ്റുകയാണ്. ഇതേ സമയം എലീസ ഓടി ചെന്നിട്ട് അവളുടെ 2 കൈയും ഡാൾട്ടൻ്റെ തലയിൽ ഇറുക്കി പിടിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, ഈ ഒരു ശരീരത്തിൽ നിന്നും ഒഴിഞ്ഞു പോ. അതായത് ഡാൾട്ടൻ്റെ ആത്മാവല്ല അവൻ്റെ ശരീരത്തിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്, അത് ആത്മാവ്
ആത്മാവായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ചെകുത്താനായിരിക്കാം. വെറി പിടിച്ചതുപോലെ ഒരുപാട് ആത്മാക്കൾ ഈ ഒരു ശരീരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പല ഭാഗത്തായിട്ട് പല ആത്മാക്കളെ ഇവർക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നത്. പിന്നീട് പെട്ടെന്ന് തന്നെ എലീസ പറയുകയാണ്, വേഗം തന്നെ ലൈറ്റുകൾ ഓൺ ചെയ്യോ. അങ്ങനെ ഇപ്പോൾ ജോഷ് ലൈറ്റൊക്കെ ഓൺ ചെയ്തോ. അങ്ങനെ ആ ആത്മാക്കളൊക്കെ അവിടുന്ന് ഇപ്പോൾ പോയിട്ടുണ്ട്. ആ ഒരു അന്ധകാരം ഇരുട്ടാണ് അവർക്ക് വരാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു സമയം, അല്ലെങ്കിൽ ആ ഒരു ടൈം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പോൾ ഡൈനിങ് ഹാളിൽ ഒരു സോഫയിൽ ജോഷിയും എമിയും പേടിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയം ജിമ്മിയും ജോൺസും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജിമ്മി പറയുകയാണ്, ഞാൻ അവിടെ കുറേ ക്യാമറകൾ സെറ്റ് ചെയ്തിരുന്നു, ഒരെണ്ണത്തിൽ പോലും ഒരു ആത്മാവിൻ്റെ പിക്ചർ പോലും പെടുകയോ അല്ലെങ്കിൽ എടുക്കാനോ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ജിമ്മി പറയുകയാണ്, എന്നിരുന്നാലും എൻ്റെ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട് ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് ഞാനൊരു കാര്യത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജിമ്മി അവനെടുത്ത വീഡിയോ പതിയെ പൗസ് ചെയ്തിട്ട് അതിപ്പോൾ ജോൺസിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ആ ഒരു മുറിയിൽ വെച്ച് ഡാൾട്ടൻ ഇവരെല്ലാവരെയും അറ്റാക്ക് ചെയ്തില്ലേ, ഇതേ സമയത്ത് ഡാൾട്ടൻ്റെ പിറകിൽ ഒരു പ്രത്യേക തരത്തിലുള്ള നിഴലുണ്ടായിരുന്നു. ആ ഒരു നിഴലിന് ചുവന്ന മുഖമായിരുന്നു. അതായത് ഡാൾട്ടൻ്റെ ആ ഒരു ശരീരത്തിലേക്ക് ഈ ഒരു ചെകുത്താനാണ് കയറിയത്. ഇപ്പോൾ എലീസ പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഒരു ആത്മാവ് അവളുടെ ശരീരത്തിൽ നിന്നും തൽക്കാലം വിട്ടു നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പോൾ അങ്ങോട്ടേക്ക് ജോഷിൻ്റെ അമ്മയായിട്ടുള്ള മേരി വരികയാണ്. ഇനിയാണ് കഥയുടെ മറ്റൊരു ട്വിസ്റ്റ്. കഥ മറ്റൊരു ലെവലിലേക്ക് പോകാൻ പോകുന്നത്. പിന്നീട് അവരെല്ലാവരും ആ ഒരു ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ എലീസ ജോഷിൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങളുടെ മകന് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു കഴിവ് കിട്ടിയിട്ടുണ്ടല്ലോ, അതെങ്ങനെ കിട്ടി? ഇപ്പോൾ ജോഷിൻ്റെ അമ്മയായിട്ടുള്ള മേരി പറയുകയാണ്, അവനത് അവൻ്റെ അച്ഛനിൽ നിന്നാണ് കിട്ടിയത്. അതായത് ജോഷിന് ആ ഒരു കഴിവുണ്ട്. ആ ഒരു കഴിവാണ് ജോഷിൻ്റെ മകനായിട്ടുള്ള ഡാൽട്ടന് ലഭിച്ചിട്ടുള്ളത്. ജോഷ് ഇപ്പോൾ അമ്പരന്ന് നിൽക്കുകയാണ്. ഞാൻ ഇന്നേ വരെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല, എനിക്ക് എന്താണെന്ന് പോലും അറിയില്ല, എനിക്കൊന്നും ഓർമ്മയില്ല. വളരെയധികം അമ്പരപ്പോട് കൂടെ തന്നെ ജോഷ് പറയുന്ന ആ കാര്യങ്ങൾ അവരിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജോഷ് ഇപ്പോൾ പറയുന്നതാണ്, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഇപ്പോൾ ജോഷിൻ്റെ അമ്മയായിട്ടുള്ള മേരി പറയുകയാണ്, മോനെ നീ വിശ്വസിക്കണം, നിനക്ക് 8 വയസ്സുള്ള സമയത്ത് നീ രാത്രി ഒരുപാട് ഭയന്നിരുന്നു. നിന്നെ കാണാൻ ഏതോ ഒരു സ്ത്രീ നിന്റെ അടുത്തേക്ക് എപ്പോഴും വരുന്നതായിട്ട് നിനക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിന്റെ ചെറുപ്പകാലത്ത് നീ പലപ്പോഴായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, രാത്രി കാലങ്ങളിൽ എൻ്റെ അടുത്ത് ഏതോ ഒരു സ്ത്രീ വരുന്നുണ്ടെന്ന്. പക്ഷേ ഞാനത് വിശ്വസിക്കാൻ തയ്യാറായില്ല, നിന്റെ തോന്നലുകളായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പോകെ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എങ്ങനെയെന്നല്ലേ? ഇപ്പം മേരി പഴയ ഒരുപാട് ഫോട്ടോകൾ എടുത്തിട്ട് ജോഷിന് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ എമിയും ആ ഒരു ഫോട്ടോകൾ നോക്കുകയാണ്. ഇപ്പോൾ ജോഷിൻ്റെ ആ ഒരു ചെറുപ്പകാലത്തിലെ ഫോട്ടോയിൽ എല്ലാ ഫോട്ടോയുടെ പിന്നിലായിട്ടും ഒരു പ്രത്യേക തരത്തിലുള്ള രൂപമുണ്ട്. ഇപ്പോൾ മേരി പറഞ്ഞു, തുടക്കകാലങ്ങൾക്ക് ഞാൻ വിചാരിച്ചു അത് യാദൃശികമായിരിക്കുമെന്ന്. പക്ഷേ ഓരോ ഫോട്ടോകളിലും അത് റിപ്പീറ്റ് ചെയ്താൽ വരാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ആ ഒരു രൂപം ഇവൻ്റെ ശരീരത്തിനോട് അടുത്തടുത്ത് വരാൻ തുടങ്ങി. ഇപ്പോൾ ജോഷിൻ്റെ അടുത്ത് എമ്മി ചോദിക്കുകയാണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ജോഷി ഇപ്പോൾ ഒന്നും മനസ്സിലാകാതെ തന്നെ, അല്ലെങ്കിൽ ഒന്നും ഓർമ്മയില്ലാതെ തന്നെ അവിടെ ഇരിക്കുകയാണ്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ഇപ്പോൾ എലീസ പറയുകയാണ്, ഈ ഒരു ഫോട്ടോകൾ, ഈ ഒരു കാര്യങ്ങളൊക്കെ നിന്നിൽ നിന്നും മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് നിൻ്റെ അമ്മ മേരിയോട് പറഞ്ഞത്. അതിനൊരു കാരണമുണ്ട്. അതായത് നിൻ്റെ ചെറുപ്രായത്തിൽ നീ കിടന്നുറങ്ങുമ്പോൾ നിൻ്റെ ശരീരത്തിൽ നിന്ന് നീ തന്നെ നിൻ്റെ ആത്മാവിനെ വേറെടുക്കും, ആസ്ട്രൽ പ്രൊജക്ഷനായി മാറും. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ത്രീയുടെ ആത്മാവ് അതെപ്പോഴും നിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു മോചനം ലഭിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു വിദ്യയായിരുന്നു നിന്നെ ഈ ഒരു ഓർമ്മയിൽ നിന്നും, ആ ഒരു ഓർമ്മ നിൻ്റെ മൈൻഡിൽ നിന്നും മായ്ച്ച് കളയുക എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം, ഈ ഒരു ഫോട്ടോസ് ഒന്നും നിന്നെ കാണിക്കാതെ എടുത്തു വെക്കാൻ വേണ്ടി നിൻ്റെ അമ്മയായിട്ടുള്ള മേരിയെടുത്ത് ഞാൻ പറഞ്ഞത്. പിന്നീട് നീ വളരും തോറും നിൻ്റെ ആ ഒരു കഴിവ് പതിയെ നീ മറന്നു തുടങ്ങി. അതോടൊപ്പം തന്നെ നിന്നിൽ നിന്നും ആ ഒരു സ്ത്രീ അവർ വിട്ടുപോയി. ശരിക്കും ആരാണ് ആ സ്ത്രീ? ഈ പടത്തിൻ്റെ ആദ്യം തന്നെ അവരെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ജോഷിൻ്റെ ചെറുപ്പകാലത്തിൽ ആ സ്ത്രീ വന്നിട്ടുണ്ട്. എന്തായിരിക്കും ആ ഒരു സ്ത്രീ? നമുക്ക് മനസ്സിലാകാം. ഇപ്പം മേരി ജോഷിൻ്റെ അടുത്ത് പറയുകയാണ്, ഇവർ പറഞ്ഞത് കൊണ്ട് തന്നെ ചെറുപ്പം മുതൽ നിൻ്റെ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ പരമാവധി അവോയ്ഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നിനക്കത് മറക്കാൻ കഴിഞ്ഞു. ഇതേ സമയം എലീസ ജോഷിൻ്റെ അടുത്ത് പറയുകയാണ്, ജോഷ്, ഇതേ കാര്യം തന്നെയാണ് നിനക്ക് സംഭവിച്ച അതേ കാര്യം തന്നെയാണ് നിൻ്റെ മകനും സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ അവൻ കുറച്ച് അതിര് കവിഞ്ഞു. അവൻ്റെ ആത്മാവിനെ മറ്റെന്തോ ഒന്ന് വന്ന് കൂട്ടിക്കൊണ്ടുപോയി അവനെ ട്രാപ്പ് ചെയ്തു. സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. ഇനിയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ആകെയുള്ള ഒരു വഴി എന്ന് പറയുന്നത് നിൻ്റെ ആ ഒരു പഴയ കഴിവിനെ നീ പുറത്തേക്ക് എടുക്കണം. നിൻ്റെ ആസ്ട്രൽ പ്രൊജക്ഷൻ കഴിവിനെ നീ പുറത്തേക്ക് എടുക്കണം. നിനക്കതിനുള്ള എബിലിറ്റി ഉണ്ട് എന്ന് തന്നെ എലീസ ഇപ്പോൾ ജോഷിൻ്റെ അടുത്ത് പറയുകയാണ്. ഇപ്പോൾ ജോഷും അതിന് സമ്മതിച്ചു. ജോഷിൻ്റെ അടുത്ത് ഇപ്പോൾ എമി വന്നിട്ട് സമാധാനിപ്പിക്കുകയാണ്, നിങ്ങൾക്കതിന് കഴിയുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അങ്ങനെ അവസാനം ജോഷ് ഇപ്പോൾ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. പക്ഷെ അവനത് എങ്ങനെ ചെയ്യണം, ഏത് രീതിയിലൂടെ അവൻ്റെ ആത്മാവിനെ പുറത്തിറക്കാം, ആ ഒരു കാര്യമൊന്നും അവന് യാതൊരു ഐഡിയയും ഇല്ല. ഇപ്പോൾ എലീസ പതിയെ ജോഷിനെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ വലിയ വിശ്വാസമൊന്നും ഇല്ലാതെ തന്നെ എലീസ ഇപ്പോൾ ജോഷി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവന് ഉറപ്പായിരുന്നു അവൻ്റെ ആത്മാവൊന്നും അവൻ്റെ ശരീരത്തിൽ നിന്നും പുറത്ത് വരില്ല. കാരണം അവൻ അറിയില്ല ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന്. ഇപ്പോൾ ഇത്രയും നേരം കണ്ണ് അടിച്ചുകൊണ്ടിരിക്കുന്ന ജോഷ് കണ്ണ് തുറക്കുകയാണ്. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവനിപ്പോൾ ചുറ്റുമുള്ള എല്ലാവരെയും കാണാനുണ്ട്. ഇപ്പോൾ ജോഷിൻ്റെ മുഖത്ത് നോക്കിയിട്ട് എലീസ ഒന്ന് ചിരിക്കുകയാണ്. ഇപ്പോൾ ചെറിയൊരു അമർഷത്തോടു കൂടി തന്നെ ജോഷ് ആ ഒരു സോഫയിൽ നിന്നും ചാടി എണീച്ചിട്ട് പറയുകയാണ്, എനിക്ക് ഈ കാര്യമൊന്നും ചെയ്യാനുള്ള കഴിവ് ഇല്ല എന്ന് പറയുന്നതിന് മുന്നേ തന്നെ
ജോഷ് അവനിരുന്ന സ്ഥലത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ശരീരത്തെയാണ്. അതായത് അവൻ്റെ ആത്മാവ് ഇപ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്നും അവൻ തന്നെ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. അതൊരു കഴിവാണ്, അത് തനിയെ തന്നെ ആയിക്കോളും. ഇപ്പോൾ ചെറിയൊരു ഭയത്തോടു കൂടി തന്നെ ജോഷി ഇങ്ങനെ ആ ഒരു ലോകത്തേക്ക് നിൽക്കുകയാണ്. അതായത് ജോഷി ഇപ്പോൾ മറ്റൊരു ലോകത്തേക്ക്, മറ്റൊരു ഡയമെൻഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു വോയിസ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അത് പറയുന്നത് എലീസയാണ്. ഇപ്പോൾ ജോഷിൻ്റെ അടുത്ത് എലീസ പറയുകയാണ്, ഞാൻ നിനക്ക് ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ടേ ഇരിക്കും, നീ മുന്നോട്ടേക്ക് പോവുക, നിൻ്റെ മകൻ്റെ ആത്മാവിനെ ഈ ഒരു ലോകത്തിൽ നിന്നും നീ കണ്ടുപിടിക്കുക, അവനെ തിരിച്ചു കൊണ്ടുവരിക. നീ എപ്പോഴും ഒരു കാര്യം ഓർമ്മയിൽ വെക്കണം, നീ എപ്പോഴും അവിടെ കാണുന്ന ആത്മാക്കളെ പോലെ തന്നെ പെരുമാറണം, അല്ലെങ്കിൽ അവർ നിൻ്റെ ശരീരത്തിലേക്ക് വന്ന് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ചെറിയൊരു വെളിച്ചവും പിടിച്ചിട്ട് ജോഷ് ആ ഒരു ലോകത്തിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മുഴുവൻ ഇരുട്ടാണല്ലോ, ഇരുട്ടിൻ്റെ ലോകമാണല്ലോ അത്. അവയിൽ കൂടെ നടക്കുന്ന ജോഷിനൊന്നും മനസ്സിലാകുന്നില്ല എങ്ങോട്ടേക്ക് പോകണം, എന്ത് ചെയ്യണമെന്ന്. അവന് പതിയെ പതിയെ മുന്നോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ ഇരുട്ടാണ്. ഇപ്പോൾ അവൻ്റെ തൊട്ട് മുന്നിലേക്കായിട്ട് ഡാൾട്ടൻ, അതായത് അവൻ്റെ മകൻ്റേതെന്ന് തോന്നിക്കുന്ന ഒരു ആത്മാവ് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല. ഇപ്പോൾ ഡാൾട്ടൻ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കൈ ചൂണ്ടിക്കാണിക്കുകയാണ്. ജോഷ് ഇപ്പോൾ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കാണുന്നത് അവരുടെ ആ പഴയ വീടാണ്. ജോഷ് പതിയെ അങ്ങോട്ടേക്ക് നടന്ന് കയറി അവിടെ അതിൻ്റെ ഉള്ളിൽ വെച്ച് ഏതോ ഒരു സ്ത്രീ ഒരു പ്രത്യേക തരത്തിലുള്ള രൂപത്തിൽ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ ആ ഒരു വീടിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നത് അവൻ കാണുന്നുണ്ട്. അവനിപ്പോൾ ആ സ്ത്രീയെടുത്ത് പറയുന്നുണ്ട്, ഒന്ന് നിൽക്കും, ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിലും അവരൊന്നും പറയാതെ തന്നെ അവിടുന്ന് പോവുകയാണ്. അവനിപ്പോൾ ആ ചെറിയ വെളിച്ചവും വിളിച്ച് ആ വീടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തൊക്കെ ഒരു ഷോളടി ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ കരച്ചിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നീട് ഡാൾട്ടൻ ഒരു ഡൈനിങ് ഹാളിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ ഇപ്പോൾ ഒരു സോഫയിൽ ഒരു പ്രായമായ മനുഷ്യനും അയാളുടെ മകളെന്ന് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അതുപോലെ തന്നെ അവരുടെ മുന്നിലായിട്ട് ആ മനുഷ്യൻ്റെ ഭാര്യയാണെന്ന് തോന്നുന്നു അങ്ങനെ നിൽക്കുന്നുണ്ട്. അവരിങ്ങനെ നിശ്ചലമായിട്ട് അവിടെ നിൽക്കുകയാണ്. ഈ മനുഷ്യനാണ് ഇങ്ങനെ ഷോൾ അടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആ പെൺകുട്ടിയാണെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ശരിക്കും ഒരു പ്രതിമ പോലെയായിരുന്നു അവരിങ്ങനെ നിൽക്കുന്നത്. പിന്നീട് ആ ഒരു പ്രായമായുള്ള സ്ത്രീയുടെ അടുത്തേക്ക് ജോഷി പോയി നോക്കുകയാണ്. അവരും ഇപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പുഞ്ചിരി അവരുടെ മുഖത്തുണ്ട്. പക്ഷേ ഇവരൊന്നും ഈ ഒരു ജോഷിൻ്റെ അടുത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ പെരുമാറാനോ നിൽക്കുന്നില്ല. അവർ ശൂളം വിളിക്കുന്നുണ്ട്, പത്രം വായിക്കുന്നുണ്ട്, ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെ പല രൂപത്തിലായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് ജോഷ് ചെറിയൊരു ഭയത്തോടു കൂടി തന്നെ പിന്നെയും മുന്നോട്ടേക്ക് പോവുകയാണ്. മറ്റൊരു മുറിയിലായിട്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ എന്തോ ഒന്നുണ്ട്, എന്തോ തോക്ക് പോലത്തെ എന്തോ ഒരു വസ്തുവാണെന്ന് തോന്നുന്നു. ജോഷ് ഇപ്പോൾ ആ ഒരു സ്ത്രീയെടുത്ത് ചോദിക്കുന്നുണ്ട്, ദയവ് ചെയ്തിട്ട് എൻ്റെ മകൻ്റെ ആത്മാവ് എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ, ദയവ് ചെയ്ത് പ്ലീസ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്ത് ജോഷ് 3 വെടി ശബ്ദങ്ങൾ കേൾക്കുകയാണ്. അവനിപ്പോൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു. ഇതേ സമയം അവൻ്റെ തൊട്ട് മുന്നിലുണ്ടായിരുന്ന ആ ഒരു ആത്മാവിനെ കാണാനില്ല. അവനിപ്പോൾ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ നേരത്തെ കണ്ട ആ ഒരു വൃദ്ധനായ മനുഷ്യനും അയാളുടെ ഭാര്യയും മോളും ഇപ്പോൾ വെടിയേറ്റിട്ട് ആ ഒരു സോഫയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ അവരെ വെടിവെച്ച ആ ഒരു ആത്മാവ്, ആ ഒരു ലേഡി ഒരു പ്രത്യേക തരത്തിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറയാം, ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഭയക്കും ആ ഒരു ചിരി, അതൊരു കൊലച്ചിരി തന്നെയാണ്. പിന്നീട് ജോഷ് അവിടുന്ന് പോവുകയാണ്. കുറച്ചൊക്കെ ധൈര്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കബോർഡിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് നേരം മുന്നേ കണ്ട ആ 4 പേരും ആ കബോർഡിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. അവരുടെ മുഖം ചിരി ദേഷ്യം ആ ഒരു രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ട് പെട്ടെന്നൊന്ന് പേടിച്ചു പോയ ജോഷ് വേഗം തന്നെ അവിടുന്ന് പോവുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയ സമയത്ത് ജോഷ് ഒരു ചുവന്ന വാതിൽ കാണുകയാണ്. ഇരുട്ടത്ത് നടുവിലായിട്ട് ഒരു ചുവന്ന വാതിൽ. ഇപ്പോൾ ജോഷിൻ്റെ മകൻ ഡാൾട്ടൻ വരച്ച ആ ഒരു പിക്ചർ ഇപ്പോൾ ജോഷിന് ഓർമ്മ വരികയാണ്. ഇതേപോലത്തെ ഒരു ചിത്രം ഡാൾട്ടൻ വരച്ചിരുന്നല്ലോ. ഇപ്പോൾ ആ ഒരു ചുവന്ന വാതിലിൻ്റെ അടുത്തേക്ക് ജോഷ് പതിയെ പോവുകയാണ്. ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക് കോട്ടൊക്കെ ധരിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു ആത്മാവ് ചാടി വീണിട്ട് അവനിപ്പോൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ഭൂമിയിലുണ്ടായിരുന്ന ജോഷിൻ്റെ ആ ഒരു ഫിസിക്കൽ ബോഡി ഉണ്ടല്ലോ, അതിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ടടുത്തിരിക്കുന്ന എമി പറയുന്നുണ്ട്, എലീസ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേ, ഇയാളിങ്ങനെ കിടന്ന് കളിക്കുന്നത് കണ്ടില്ലേ. ഇപ്പോൾ എലീസ പറയുകയാണ്, ജോഷ് നീ ജീവനുള്ള ഒരു ആത്മാവാണ്, നിനക്കതിനെ പ്രതിരോധിക്കാൻ കഴിയും. ഇപ്പോൾ ജോഷ് എന്ത് ചെയ്തു, അവൻ്റെ 2 കൈ ഉപയോഗിച്ചിട്ട് ആ ഒരു ആത്മാവിനെ ഒറ്റ തള്ളുകൊടുക്കുകയാണ്. അതെങ്ങോട്ടേക്കോ വളരെയധികം വേഗത്തിൽ അവിടുന്ന് തെറിച്ചങ്ങോട്ട് പോയി. പിന്നീട് ജോഷ് ആ ഒരു ചുവന്ന വാതിൽ തുറന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. കുറച്ച് ദൂരം നടന്നപ്പോൾ അവിടെ ഇപ്പോൾ ഒരു കുതിരയെ ജോഷ് കാണാനുണ്ട്. പിന്നെയും കുറച്ചും കൂടി മുന്നോട്ടേക്ക് വന്ന് ഈ ഒരു കുതിരയുടെ ചിത്രവും ഡാൾട്ടൻ വരച്ചു വെച്ചിരുന്നതായിട്ട് ജോഷ് കണ്ടിരുന്നു. കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയപ്പോൾ ഒരു ചുവന്ന വെളിച്ചമായിട്ടുള്ള ഒരു സ്ഥലം, അവിടെ ഇപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള പുകയെല്ലാം ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒരു ഭാഗത്തായിട്ട് അവൻ്റെ മകൻ്റെ ആത്മാവ് ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നുണ്ട്, ഒരു ചങ്ങലയിലൊക്കെ ബന്ധിപ്പിച്ച അവസ്ഥയിൽ. ഇപ്പോൾ ജോഷ് വേഗം തന്നെ ഡാൾട്ടൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. ഡാൾട്ടൻ ഇപ്പോൾ അച്ചാന്ന് പറഞ്ഞിട്ട് ജോഷിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ജോഷിൻ്റെ ആത്മാവും ഡാൾട്ടൻ്റെ ആത്മാവും തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. ജോഷ് പിന്നീട് ഡാൾട്ടൻ്റെ അടുത്ത് പറയാണ്, മോനെ നമുക്ക് വേഗം തന്നെ ഇവിടുന്ന് പോകാം. ഈ സമയത്ത് ഡാൾട്ടൻ ഈ ജോഷിൻ്റെ പിന്നിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ജോഷിൻ്റെ അടുത്ത് ഇപ്പോൾ ഡാൾട്ടൻ പറയുകയാണ്, അച്ഛാ നിങ്ങൾ അയാൾ നോക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ജോഷ് പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള മ്യൂസിക്കുകൾ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് ജോഷ് അതൊന്ന് ശ്രദ്ധിക്കാതെ തന്നെ ഡാൾട്ടൻ്റെ കയ്യിലെ ആ ചങ്ങലകളൊക്കെ അഴിച്ചെടുത്തിട്ട് അവിടുന്ന് കൂട്ടിക്കൊണ്ടു നിൽക്കുകയാണ്. ഇപ്പോൾ ജോഷ് ആ ഒരു രൂപത്തെ കണ്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ അത് അവിടെ ഇല്ല. ഇപ്പോൾ ജോഷ് ഒരു ഭയത്തോടു കൂടി തന്നെ ചുറ്റും നോക്കുന്ന സമയത്ത്
അവൻ്റെ ഒരു ഭാഗത്തായിട്ട് ആ ഒരു രൂപം വന്നു നിൽക്കുന്നുണ്ട്. ആ ഒരു രൂപം ഇപ്പോൾ ജോഷിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോഷ് പിന്നീട് എങ്ങനെയൊക്കെയോ അതിന് തള്ളിയിട്ടുകൊണ്ട് ഡാൾട്ടൻ്റെ ആത്മാവിനെ എടുത്തുകൊണ്ട് തന്നെ അവിടുന്ന് ഓടിപ്പോവുകയാണ്. ഇതേ സമയത്ത് ഭൂമിയിലുള്ള ജോഷിൻ്റെ ആ ഒരു ഫിസിക്കൽ ബോഡി ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എമിയും അതുപോലെ തന്നെ മേരിയും എലീസയുടെ അടുത്ത് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലൊക്കെ അവന് സ്വഭാവത്തിലേക്കൊന്ന് തിരിച്ചു കൊണ്ടുപോവുക, ഡാൾട്ടൻ്റെ ആത്മാവിനെ ഇപ്പോൾ അവൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ലേ. ഇപ്പോൾ എലീസ പറയുകയാണ്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അവനായിട്ട് തന്നെ ഇതിലേക്ക് വന്ന് കയറേണ്ടതുണ്ട്. ഇപ്പോൾ അവൻ്റെ ശരീരം വിറച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റ് ആത്മാക്കൾക്ക് മനസ്സിലായി ഈ ജോഷിൻ്റെ ആ ഒരു ശരീരത്തിൽ ഇപ്പോൾ അവൻ്റെ ആത്മാവില്ല. ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പല ഭാഗത്തു നിന്നും പല ആത്മാക്കൾ ഇപ്പോൾ അതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എലീസ അവരുടെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജിമ്മിയുടെ അടുത്തും ജോൺസിൻ്റെ അടുത്തും പറയുകയാണ്, നിങ്ങൾ ഈ റൂമിൻ്റെ വീടിൻ്റെ പല ഭാഗത്തായിട്ട് സെർച്ച് ചെയ്യുക, എവിടെയൊക്കെ ആത്മാക്കളുള്ളത് എന്ന് പോയിട്ട് ചെക്ക് ചെയ്യാൻ പറയുകയാണ്. ഇവർ രണ്ടുപേരും ഭയത്തോടു കൂടി തന്നെ ആ ഒരു പ്രത്യേകതര വെളിച്ചവുമായിട്ട് വീടിൻ്റെ പല ഭാഗത്തായി ചെന്ന് നോക്കുന്നുണ്ട്. ഓരോ ഭാഗത്തായിട്ടും വീടിൻ്റെ ഓരോ കോണിലായിട്ടും ഓരോ ആത്മാക്കളെ ജിമ്മിയും ജോൺസും കാണുന്നുണ്ട്. വളരെയധികം ഭയത്തോടു കൂടി തന്നെ അവരുടെ ഓരോ കാൽവെപ്പും മുന്നോട്ട് വെക്കുകയാണ് അവർ. ഇതേ സമയം ആ ഒരു ഇരുണ്ട ലോകത്ത് ജോഷ് ഇപ്പോൾ ഡാൾട്ടൻ്റെ ആത്മാവിനെയും കൂട്ടിയിട്ട് അവൻ്റെ ശരീരത്തിലേക്ക് ആ ആത്മാവിനെ കയറ്റാൻ വേണ്ടിയിട്ട് വരികയാണ്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ ജോഷിനെ ഡാൾട്ടനെ നിലനിർത്തിയിട്ട് പറഞ്ഞു, മോനെ നീ വേഗം ചെന്ന് നിൻ്റെ ശരീരത്തിലേക്ക് കയറ്. ഇപ്പോൾ ജോഷ് അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ ഡോൾട്ടൻ ഇപ്പോൾ ആ ഒരു മുറിയിലേക്ക് കയറിയ സമയത്ത് മുഖത്ത് നിറയെ ചുവന്ന പാടുകളുള്ള ആ ഒരു ചെകുത്താൻ ഇപ്പോൾ ഡാൾട്ടനെ പിടിക്കാൻ അല്ലെങ്കിൽ അവൻ്റെ ആത്മാവിനെ തടഞ്ഞു വെക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ഈ ഒരു ചെകുത്താൻ എന്തിനാണ് ഇവനെ ഇവിടെ പൂട്ടി വെച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡാൾട്ടൻ ഒരിക്കലും തിരിച്ചു പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ശരീരത്തിലേക്ക് ഈ ഒരു ചെകുത്താനി ചെന്ന് കയറാം. പക്ഷേ ഈ ഡാൾട്ടൻ്റെ ആത്മാവിനെ ഇവിടെ വെച്ച് കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയിലുള്ള ഡാൾട്ടൻ്റെ ആ ഒരു ശരീരവും നശിച്ചു പോകും. ഡാൾട്ടൻ ഇപ്പോൾ അവൻ്റെ ശരീരത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വേഗം തന്നെ അവിടുന്ന് പോവുകയാണ്, ആ ഒരു ചെകുത്താനിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് തന്നെ. ഇതേ സമയം ജോഷ് അവിടെ ഉണ്ടായിരുന്ന ഒരു ചുമരിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ചിത്രം കാണുകയാണ്. ആ ഒരു ചിത്രം മറ്റൊന്നും ആയിരുന്നില്ല, അവൻ്റെ ചെറുപ്പത്തിൽ അവൻ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരുന്ന, അവനെ പേടിപ്പിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്ത്രീയുടെ ചിത്രമായിരുന്നു. ഒരു പ്രത്യേക രീതിയിൽ ഒരു ചിരിയുണ്ട് ആ ഒരു പിക്ചറിന്. ജോഷിനിപ്പോൾ അവൻ്റെ ചെറുപ്പകാലൊക്കെ ഓർമ്മ വന്നിട്ടുണ്ട്. അവനിപ്പോൾ ആ സ്ത്രീയെ നോക്കിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ചിത്രത്തെ നോക്കിയിട്ട് പറയുകയാണ്, എനിക്ക് നിങ്ങളെ പേടിയില്ല, എന്നെ വെറുതെ വിട്, എന്നെ വെറുതെ വിട്, ഇനി എൻ്റെ അടുത്തേക്ക് വരരുത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് ഭൂമിയിലുള്ള ജോഷിൻ്റെ ബോഡി ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ചുറ്റും ഒരുപാട് ആത്മാക്കൾ വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ആത്മാവില്ലാത്ത ശരീരമാണ്, അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ജോഷിൻ്റെ അടുത്തിരിക്കുന്ന എമി ഇപ്പോൾ അവനെ കുലുക്കി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, വേഗം തന്നെ തിരിച്ചു വരും ജോഷ്, വേഗം തന്നെ തിരിച്ചു പോവാ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ജോഷ് ഇപ്പോൾ പെട്ടെന്ന് കണ്ണു തുറക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വന്ന ആത്മാക്കൾക്ക് ഇപ്പോൾ ജോഷിൻ്റെ ശരീരത്തിലേക്ക് കയറാനും പറ്റിയിട്ടില്ല. ഇതേ സമയം തന്നെ ജിമ്മിയും ജോൺസും ഇപ്പോൾ ഡാൾട്ടൻ്റെ ആ ഒരു ശരീരത്തിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൻ്റെ ശരീരത്തിന് അനക്കം വന്നിട്ടുണ്ട്. അവനിപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയിട്ടുണ്ട്, പഴയ രൂപത്തിലേക്ക് ആയിട്ടുണ്ട്. എമി ഇപ്പോൾ ഓടി വന്നിട്ട് ഡാൾട്ടനെ കെട്ടിപ്പിടിക്കുകയാണ്, മോനെ എത്ര ദിവസമായി. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഒരു വിധത്തിൽ ഒതുങ്ങിയിട്ടുണ്ട്. എലീസയ്ക്ക് ഇപ്പോൾ സമാധാനമായിട്ടുണ്ട്. അവരിപ്പോൾ അവരുടെ സഹായികളുടെ അടുത്ത് തന്നെയുണ്ട്. ഇപ്പോൾ ജിമ്മി ജോൺസ് പറയുകയാണ്, ഓ ഇതുപോലത്തെ ഒരു വർക്ക് ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല, വല്ലാത്ത കടുപ്പം തന്നെയായിരുന്നു അത്. ഇതേ സമയം എമി ഇപ്പോൾ അവളുടെ മകനായ ഡാൾട്ടന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡാൾട്ടൻ പറയുകയാണ്, എന്തൊരു വിശപ്പാണ്. ഇപ്പോൾ കുറേ ഭക്ഷണമൊക്കെ ഇപ്പോൾ ഡാൾട്ടൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹാപ്പി ആയിട്ട് എല്ലാം തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ അങ്ങ് തീരാൻ പറ്റുമോ? തീർക്കാൻ പറ്റുമോ? എന്തായാലും നമുക്ക് നോക്കാം എന്താ സംഭവിക്കുകയെന്ന്. ഇപ്പോൾ ആ വീടിൻ്റെ മറ്റൊരു ഭാഗത്ത് നിന്നിട്ട് എലീസയും അതുപോലെ തന്നെ ജോഷും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോഷ് ഇപ്പോൾ പറയുകയാണ്, എലീസ നിങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചു, വളരെ വലിയൊരു ഉപകാരം തന്നെയാണ് നിങ്ങളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ജോഷ് അവൻ്റെ കുട്ടിക്കാലത്തുള്ള ഓരോ ചിത്രങ്ങളൊക്കെ നോക്കുകയാണ്. അവൻ്റെ ബേക്കിലായിട്ട് ആ ഒരു രൂപത്തെ ജോഷ് ഇങ്ങനെ കാണുന്നുണ്ട്. അതായത് കുട്ടിക്കാലത്തുള്ള ആ ഒരു ചിത്രങ്ങളിൽ ജോഷ് പറയുകയാണ്, പഴയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. ഇപ്പോൾ ആ ഫോട്ടോസൊക്കെ ഇപ്പോൾ ജോഷ് എലീസക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവൻ്റെ ശരീരത്തിലേക്ക് എലീസയുടെ കൈ ഒന്ന് തട്ടിയ സമയത്ത് തന്നെ എലീസയ്ക്ക് എന്തോ ഒരു ഫീലിംഗ് വരികയാണ്, എന്തോ ഒരു വല്ലായ്ക പോലെ തോന്നുകയാണ്. എലീസ ഇപ്പോൾ അവൻ്റെ അടുത്തൊന്ന് ചിരിച്ച് കാണിച്ചുകൊണ്ട് തന്നെ പതിയെ എലീസ അവളുടെ ക്യാമറ, ഒരു പ്രത്യേക രീതിയിലുള്ള ക്യാമറ എടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ക്യാമറ കൊണ്ട് ജോഷിൻ്റെ ഒരു ചിത്രം എലീസ ഇടുകയാണ്. അതിൽ കണ്ട പിക്ചർ ഞങ്ങളെ കാണിക്കില്ല, പക്ഷേ ആ ഒരു ചിത്രം കണ്ടിട്ട് എലീസ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇതേ സമയം ജോഷിന് ആകെ ദേഷ്യം വരികയാണ്. നീ ഇപ്പോൾ എന്താണ് ചെയ്തത്, എനിക്കത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് ജോഷ് ഇപ്പോൾ കലി കയറിയിട്ട് എലീസയുടെ കഴുത്തിലാണ്ട് കയറി പിടിക്കുകയാണ്. അങ്ങനെ അവസാനം ജോഷ് അവൻ്റെ ശക്തി കൂട്ടി വന്നു. എലീസ ഇപ്പോൾ അവിടെ കിടന്ന് പെടഞ്ഞ് മരിക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞു. ഇപ്പോൾ എമി എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടിട്ട് ഇവരുണ്ടായിരുന്ന ആ ഒരു മുറിയിലേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്നത് മരിച്ചു കിടക്കുന്ന എലീസയാണ്. ഇപ്പോൾ എമി ഉറക്കിന് വിളിക്കുന്നുണ്ട്, ജോഷ് നീ എവിടെയാണെന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ എമി അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ക്യാമറ ഉണ്ടല്ലോ, ആ ഒരു ക്യാമറയിൽ ഈ എലീസ എടുത്ത ആ ഒരു പിക്ചർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. ആ ഒരു പിക്ചറിൽ അവൾ കണ്ട കാഴ്ച അവളെ ഞെട്ടിച്ചു. അത് ജോഷിനെ ചെറുപ്പകാലത്തിൽ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ ഒരു സ്ത്രീ ആയിരുന്നു, കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന ആ ഒരു സ്ത്രീ. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അതായത് ജോഷിൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഉള്ളത് ജോഷിൻ്റെ ആത്മാവാണോ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയുടെ ആത്മാവാണോ? എന്തായിരിക്കും? ഈ സമയത്ത് എമിയുടെ പുറകിൽ ആരെ കൈവച്ചിട്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയുകയാണ്. തിരിഞ്ഞു നോക്കി എമി ഒന്ന് ദീർഘശ്വാസം വലിക്കുകയാണ്. ദാ ഇതുപോലെ ഇവിടെ ഈ പടം തീരുകയാണ്. ശരിക്കും ജോഷിന്റെ ശരീരത്തിലുള്ള ആ ആത്മാവ് എന്തായിരിക്കും? എന്തായാലും ഇനിയും കുറേ കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ കിടക്കുന്നുണ്ട്. ആ കഥകളൊക്കെ നമുക്ക് ഇൻസീഡിയസ് ചാപ്റ്റർ 2 എന്ന മൂവിയിലൂടെ മനസ്സിലാക്കാം. അതും നാളെ തന്നെയുണ്ട്, വൈകിപ്പിക്കുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്റ്റോറി തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പെട്ടെന്ന് പറയുന്നത്. ആ കഥയിലും ഇതുപോലെ തന്നെ ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ട്വിസ്റ്റുകൾ. നമുക്ക് ആ
സ്ത്രീ ആരാണെന്ന് മനസ്സിലാക്കണ്ടേ. അപ്പോൾ നിങ്ങൾ നാളെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നാളെ തന്നെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ വേഗം തന്നെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? എങ്കിൽ ആ കഥകൾ പറഞ്ഞു തരാൻ എനിക്കും ഇഷ്ടമാണ്. ഇറ്റ്സ് മീ മല്ലു എക്സ്പ്ലെയിനർ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.